ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ EVS ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതിലെ ആക്ടിവിറ്റീസ് ആണ്. ദ സ്റ്റോൺ സൂപ്പ്, ദ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്ന് പറഞ്ഞ ആ യൂണിറ്റിലെ ദ സ്റ്റോൺ സൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കിയാൽ മാച്ച് ദ ഫോളോയിങ്, ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദ സ്റ്റോറി. എന്താണ് ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. അവരുടെ ആക്ഷൻ, അവർ ചെയ്ത ആക്ഷൻസ് എന്തൊക്കെയാണോ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യം എന്താണ്, ഇവിടെ ഓൾഡ് വുമൺ ഉണ്ട് അല്ലേ, പിന്നെ ഒരു ഫാർമർ ഉണ്ട്, പിന്നെ ഒരു ലേഡി ഉണ്ട്, പിന്നെ ആ ക്യാരക്ടറും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആഡഡ് ക്യാരറ്റ്. ഇതിൽ എന്താണ്, ഇതിൽ ആരാണോ ക്യാരറ്റ് ആഡ് ചെയ്തത് അവിടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഓൾഡ് വുമൺ എന്താ ചെയ്തത്, പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് മാച്ച് അല്ലേ. ഓക്കെ, അപ്പോൾ ഓൾഡ് വുമൺ ചെയ്ത് പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ അല്ലേ. അപ്പോൾ ഇത് മാച്ച് ചെയ്തു. ദെൻ ഈ ഫാർമർ എന്താണ്, ബ്രോഡ് ചിക്കൻ അല്ലേ, ചിക്കൻ കൊണ്ടുവന്നു. ദെൻ ഈ ലേഡി എന്താ ചെയ്തത്, ആഡഡ് ക്യാരറ്റ് അല്ലേ, ക്യാരറ്റ് തോട്ടത്തിൽ പോയി പറിച്ചുകൊണ്ടെന്നില്ല, എന്നിട്ട് ആഡ് ചെയ്തു അല്ലേ. പിന്നെന്താണ് ഈ യങ് ട്രാവലർ ചെയ്തത്, പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട് അല്ലേ, പോട്ടിലേക്ക് എന്താക്കി, സ്റ്റോണ് ഇട്ടു അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. എന്താണ്, ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ ദ ട്രാവലർ സെഡ്. ട്രാവലർ പറഞ്ഞ എന്താണ്, ഇത് നിങ്ങൾ വിചാരിക്കുന്നതിട്ട് ഇമാജിൻ ചെയ്യുന്നതിട്ട് കൂടുതൽ ടേസ്റ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻ. ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോക്കിയാൽ ആസ് അല്ലേ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. ഇനി എന്താണ് ഇവിടെ കറക്റ്റ്, ഇവിടെ എന്താണ് കുറച്ച് വേർഡ്സുകളുണ്ട് ഈ ബോക്സിൽ അല്ലേ. അതെന്താക്കായി തന്നിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ടേസ്റ്റ് ഇല്ല, നിങ്ങൾ ഇമാജിൻ ചെയ്തതിനെ കൂടുതൽ ടേസ്റ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുപോലെ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് ആസ് എ ജിറാഫ് അല്ലേ. ഇവിടെ നോക്ക് ആസ് അല്ലേ. ഈ ആസിൻ്റെ നടുക്കൊരു സംഭവം വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ എന്താ വരേണ്ടതെന്ന് നോക്കിയാൽ ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് എന്താ വരിക, എന്താണ്, ടോൾ അല്ലേ. ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ടോൾ ആസ് എ ജിറാഫ് അല്ലേ. ജിറാഫിൻ്റെ ഇറ്റാണ് ടോളാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പം എന്താണ് ഫസ്റ്റ് വരിക, ദ മാൻ ഇൻ ദ സർക്കസ്, സർക്കസിലുള്ള മാൻ ഈസ് ആരാണ്, ആസ് ടോൾ ആസ് എ ജിറാഫ് അല്ലേ. ജിറാഫിൻ്റെ അതേപോലെ തന്നെ ഒരു ടോളാണ് ഈ സർക്കസിലുള്ള മാൻ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് ആസ് എ ബി. എന്താണ് പറയുന്നത്, നെക്സ്റ്റ് വരുന്നത് ബിസിയാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ദ വാട്ടർ ഫ്രം ദ വാട്ടർഫാൾ ഈസ് ആസ് ഡാഷ് ആസ് ക്രിസ്റ്റൽ. എന്താ വരിക, എന്താണ്, ക്ലിയർ അല്ലേ. ദ വാട്ടർ ഫ്രം ദ വാട്ടർഫാൾ ഈസ് ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ അല്ലേ. നെക്സ്റ്റ് എന്താണ്, ദ കേക്ക് ഈസ് ആസ് ഡാഷ് ആസ് ഐസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വരുന്നതെന്ന് നോക്കിയാൽ ദ കേക്ക് ഈസ് ആസ് കോൾഡ് ആസ് ഐസ്. നെക്സ്റ്റ് എന്താണ്, ദ ടോർട്ടോയിസ് ഈസ് ആസ് ഡാഷ് ആസ് എ സ്നെയിൽ. എന്താണ്, സ്ലോ അല്ലേ. ദ ടോർട്ടോയിസ് ഈസ് ആസ് സ്ലോ ആസ് എ സ്നെയിൽ അല്ലേ. എന്താണ്, സ്ലോ അല്ലേ. ദ ടോർട്ടോയിസ് ഈസ് ആസ് സ്ലോ ആസ് എ സ്നെയിൽ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ്, റീറൈറ്റ് ദ പാസേജ് യൂസിങ് ദ അതർ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ അണ്ടർലൈൻഡ്. എന്താണ്, ഈ പാസേജ് വായിക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക, ഇവിടെ അണ്ടർലൈൻ ചെയ്തില്ലേ, ആ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന് പകരമായിട്ടുള്ള വേർഡ്സുകൾ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ് അല്ലേ. അപ്പോൾ അറൈവ്ഡ് പകരമായിട്ട് വേറെന്ത് വേർഡ് അവിടെ വന്നു നോക്കിയേ. അപ്പോൾ നോക്കൂ, എന്താണ്, യങ് ട്രാവലർ റീച്ച്ഡ് അല്ലേ. ആ വേർഡിന് പകരമായിട്ട് വരുന്നത് എന്താണ്, ഇവിടെ റീച്ച്ഡ് കണ്ടോ, റീച്ച്ഡ് എ വില്ലേജ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ നമ്മളെ ഈ ചാപ്റ്ററിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ആ വേർഡിൽ എന്താ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ എന്താണ്, ആ ട്രാവലർ എന്താണ് വന്നിരിക്കുന്നത്, യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ് എന്നല്ലേ. അപ്പോൾ യങ് ട്രാവലർ നേരത്തെ അവിടെ കണ്ട എന്താണ്, അറൈവ്ഡ് എ വില്ലേജ് അല്ല, അവിടെ അറൈവ്ഡിന് പകരം റീച്ച്ഡ് എ വില്ലേജ് എഴുതുക. ഓക്കെ, അങ്ങനെ ഓരോന്നും എന്താണ് അവിടുന്ന് നോക്കുക. ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ജേണി അല്ലേ. ലോങ് ജേണിയിൽ ശേഷം എന്താണ്, ഭയങ്കര ടയേർഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ആ വീട് എന്താണ് അവിടെ വന്നത് നോക്കിയേ, ആ ടെക്സ്റ്റിൽ ആ ചാപ്റ്ററിൽ ഒന്ന് പോയി നോക്കിയാൽ വെരി ടയേർഡിന് പകരം എന്താ വന്നേ, അത് നോക്കുക. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. ദ സൂപ്പ് വാസ് ഡിലീഷ്യസ് പകരം എന്താ അവിടെ വന്ന് നോക്കിയേ, ദ എൻജോയ്ഡ് ദ സൂപ്പ്. വൺ ഓഫ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ് എ ട്രാവലർ ഫോർ സച്ച് എ സ്റ്റോൺ. ദെൻ ദ ട്രാവലർ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് എ നോർമൽ സ്റ്റോൺ അല്ലേ. അപ്പോൾ ഇതിൽ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന് പകരമായിട്ട് ഈ ചാപ്റ്ററിൽ വന്ന വേർഡുകൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ കണ്ടുപിടിച്ചോ, നമുക്ക് നോക്കുക ഏതാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്.
എന്തൊക്കെയാ വന്ന് അറൈവ്ഡ് പകരം റീച്ച്ഡ് അല്ലേ. അപ്പോൾ വൺ ഡേ ട്രാവലർ റീച്ച്ഡ് അറ്റ് എ വില്ലേജ് അല്ലേ. ഹി വാസ് വെരി ടയർഡ് പകരം എന്താ എക്സോസ്റ്റഡ് അല്ലേ. ടെക്സ്റ്റിലുണ്ട് അല്ലേ. എക്സോസ്റ്റഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജസ്. ദ സൂപ്പ് വാസ് ഡെലീഷ്യസിന് പകരം അവിടെ എന്താ സോ ടേസ്റ്റി അല്ലേ. They enjoyed the soup. One of the villagers asked a traveler for such a stone. സ്റ്റോണിനെ കുറിച്ച് ചോദിച്ചു. Then the traveler said that it is just as a normal stone അല്ലേ. നോർമലിന് പകരം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഓർഡിനറി അല്ലേ. കണ്ടോ ഓർഡിനറി. അപ്പം എന്താണ് അങ്ങനെ മാറ്റി എഴുതുക കേട്ടോ. നിങ്ങൾ കണ്ടുപിടിച്ചത് സെയിം ആയില്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ് കേട്ടോ. ഇറ്റ് സ്മെൽസ് ഗുഡ്, ഇറ്റ് ടേസ്റ്റ് ഗുഡ്, ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് അല്ലേ. അപ്പോൾ എന്താണ് 2 സെൻറ്റൻസ് എന്താണ് ഒറ്റ വാക്കാക്കിയതാണ് അല്ലേ, ആൻഡ് ചേർത്തിട്ട് അല്ലേ. അപ്പോൾ ഇറ്റ് സ്മെല്ല് ഗുഡ്, ഇറ്റ് ടേസ്റ്റ് ഗുഡ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നോക്കിയാൽ ഇറ്റ് സ്മെൽസ് അല്ലേ. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് അല്ലേ. ഗുഡും ആണ്, അതിൻ്റെ സ്മെല്ല് ഗുഡാണ്, ടേസ്റ്റ് ഗുഡാണ് അല്ലേ. അപ്പോൾ ഈ ഇറ്റ് 2 ഇറ്റുള്ളതാക്കി ഒരു ഇറ്റിന് പകരം ആൻഡ് ആക്കി കൊടുത്തു അല്ലേ. അപ്പോൾ നോക്കിയാൽ ഹിയർ ആൻഡ് ഈസ് ജോയിനിങ് വേർഡ്. ഇവിടെ എന്താണ് ആൻഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു ജോയിനിങ് വേർഡാണ് കേട്ടോ. കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ആൻഡ്. അപ്പോൾ ആൻഡ് വെച്ചിട്ട് എന്താക്കുക ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെയുള്ള അല്ലേ. അപ്പോൾ ആൻഡ് വെച്ചിട്ട് നോക്കൂ. ഐ വിൽ ഗോ, ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ് ഫ്രം മൈ ഗാർഡൻ. അപ്പോൾ എന്താണ് നോക്കിയാൽ ഇവിടെ ഐ വിൽ എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എന്താ ഇങ്ങനെ എഴുതുക ഐ വിൽ ഗോ. ഇനി ഐ വില്ലിൻ്റെ പകരം എന്താക്കുക ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നും പാടില്ല കേട്ടോ. ഐ വിൽ ഗോ ആൻഡ് എന്താണ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ എഴുതുക. നോക്കൂ ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ് ഫ്രം മൈ ഗാർഡൻ. ഓക്കെ നെക്സ്റ്റ് നോക്കൂ. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ, ഹി റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. അപ്പോൾ എന്താ നമുക്ക് എഴുതാം അവിടെ ആൻഡ് ആക്കി കൊടുക്കണം അല്ലേ. അവിടെ ആൻഡ് ആക്കി കൊടുക്കണം. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് ബാക്കി എന്താ കൊടുക്കുക നമുക്ക് ആൻഡ് എങ്ങനെ എടുക്കുക ഈ ഫുൾ സ്റ്റോപ്പും ഹീക്കും പകരം എന്താക്കുക ആൻഡ് കൊടുക്കുക അല്ലേ. ആൻഡ് റീച്ച്ഡ് എ സ്മോൾ വില്ലേജ് അല്ലേ. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് റീച്ച്ഡ് എ സ്മോൾ വില്ലേജ് അല്ലേ. ഫുൾ സ്റ്റോപ്പ് പാടില്ല. ഓക്കെ യങ് ട്രാവലറും ഹീയും അല്ലേ അവൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താക്കി നമ്മൾ ജോയിൻ വേർഡ് കൊടുത്തു അല്ലേ. ആൻഡ് റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് എന്താണ് ദ സൂപ്പ് ഈസ് ഡിലീഷ്യസ് അല്ലേ. ദ സൂപ്പ് ഈസ് ഡിലീഷ്യസ്, ദ സൂപ്പ് ഈസ് ഫുൾഫില്ലിങ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് ആൻഡ് ആണ് കണക്ഷൻ വേർഡ് അല്ലേ. ജോയിനിങ് വേർഡ്സ് എന്താണ് ആൻഡ് ആണ്. അപ്പോൾ ദ സൂപ്പ് ഈസ് ഡിലീഷ്യസ് ആൻഡ് എന്താണ് വരിക ഫുൾഫില്ലിങ് അല്ലേ. എന്താണ് ദ സൂപ്പ് ഈസ് അല്ലേ. അവിടെയും ദ സൂപ്പ് ഈസ് 2 ഇടം വന്നില്ലേ. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് പാടില്ല അല്ലേ. അപ്പോൾ ദ സൂപ്പ് ഈസ് ഡിലീഷ്യസ്, ഇനി ഫുൾ സ്റ്റോപ്പും പാടില്ല ദ സൂപ്പ് ഈസും പാടില്ല അല്ലേ. അതിന് പകരം എന്താ ആൻഡ് ഫുൾഫില്ലിങ് കൊടുക്കുക കേട്ടോ. ഓക്കെ ദ സൂപ്പ് ഈസ് ഡിലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ഇനി അടുത്ത് നോക്കിയേ. ഹി ഡ്രാങ്ക് ദ സൂപ്പ്, ഹി കണ്ടിന്യൂഡ് ഹിസ് ജേർണി അല്ലേ. എന്താ അവൻ ആ സൂപ്പ് കുടിച്ചു, പിന്നെ അവൻ എന്താണ് ജേർണി കണ്ടിന്യൂ ചെയ്തു അല്ലേ. അപ്പോൾ എന്താ അവിടെ നമുക്ക് എഴുതുക ഹി ഡ്രാങ്ക് ദ സൂപ്പ്. ഇനി ഫുൾ സ്റ്റോപ്പ് പാടില്ല അല്ലേ. അവിടെ ജോയിനിങ് വേർഡ്സ് ഹീയും പാടില്ല. ഓക്കെ ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂ ഹിസ് ജേർണി. ഓക്കെ ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേർണി. നെക്സ്റ്റ് ഹി വാസ് വെരി ഹംഗ്രി, ഹി വാസ് എക്സോസ്റ്റഡ് അല്ലേ. അപ്പം നമുക്ക് കൊടുക്കുക ഇവിടെ ഹി വാസ് 2 ഉണ്ട് അല്ലേ. ഒന്ന് എഴുതിയാൽ മതി അല്ലേ. ഹി വാസ് വെരി ഹംഗ്രി. ഇനി ഈ ഫുൾ സ്റ്റോപ്പ് വേണ്ട, ഹി വാസും വേണ്ട അല്ലേ. അപ്പോൾ ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ് അല്ലേ. ഓക്കെ ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാൽ റീഡ് ആൻഡ് എൻജോയ് അല്ലേ. ആക്ടിവിറ്റി 5 ആണ് കേട്ടോ. റീഡ് ദ സ്റ്റോറി ഓഫ് എ ഹന്നാസ് ഫൺ സമ്മർ അഡ്വെഞ്ചർ വിത്ത് ചെറീസ്. എന്താണ് ഹന്നാൻ്റെ ഫൺ സമ്മർ അഡ്വെഞ്ചർ ആണ് അല്ലേ. അത് ചെറിയായിട്ടുള്ള അല്ലേ ഈ സ്റ്റോറി ഇത് വായിക്കുക. നോക്കാം നമുക്ക്. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഇൻ ഹെർ റൂം. ഹിയർ ഫാദർ കെയിം ഹോം വിത്ത് എ കാർ ഫുൾ ഓഫ് പിന്നെ ചെറീൻ്റെ ഫോട്ടോ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ചെറീസ് അല്ലേ. ഫുൾ ഓഫ് ചെറീസ് ഫുൾ സ്റ്റോപ്പ് അല്ലേ. ഹന്നാസ് പാരൻസ് ടുക്ക് ദ ചെറീസ് ഔട്ട് ഓഫ് ദ കാർ. ആ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു അല്ലേ. ആൻഡ് പുട്ട് ദം ഇൻ ദ എവിടേക്കാണ് ഫ്രിഡ്ജിലേക്ക് അല്ലേ. ഫ്രിഡ്ജിലേക്ക് വെച്ചു അല്ലേ. ഫുൾ സ്റ്റോപ്പ്. ഹന്ന ഡിസൈഡഡ് ടു ബിൽഡ് എ ബിഗ് ഹൗസ് ബൈ പുട്ടിങ് ദ എന്താണ് ചെറീസ് ടുഗദർ ഓൺ ദ ഫ്ലോർ. പുട്ടിങ് ദ ചെറീസ് ടുഗദർ ഓൺ ദ ഫ്ലോർ. ദെൻ ഷീ ടുക്ക് 2 ചെറി ആൻഡ് മെയ്ഡ് എന്താണ് ഇവിടെ എന്താണ് കാണിക്കുന്നത് ഹാങ് ഫോർ ഹെർസെൽഫ് അല്ലേ. ഷീ സോ എ എന്താണ് പോട്ട് അല്ലേ. ബൈ ദ വിൻഡോ ഷീ ബ്രോഡ് ദ ചെറീസ് ആൻഡ് ഹങ് ദം ഇൻ ഇറ്റ്സ് ലീവ്സ് അല്ലേ. എന്താണ് ആ ഇലകളിൽ എന്താക്കി തൂക്കിയിട്ട് അല്ലേ. ദ പോട്ട് വാസ് സോ ബ്യൂട്ടിഫുൾ. ദ പ്ലാന്റ്സ് അല്ലേ. ദ പ്ലാന്റ്സ് വാസ് സോ ബ്യൂട്ടിഫുൾ. ദ ഹന്ന ബ്രോട്ട് എ
ക്യാമറ ടു ടേക്ക് എ ഫോട്ടോ അല്ലേ, ക്യാമറ എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ. ഹന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ദ ചെറീസ് ടു ഓൾ ഹെർ നൈബേഴ്സ്. അന്ന എന്താക്കി അവൾ ആ ചെറീസൊക്കെ എന്താക്കി അവളുടെ നൈബേഴ്സിന് കൊടുത്തു. ദ നൈബേഴ്സ് ഗിഫ്റ്റഡ് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ടു ഹന്ന അല്ലേ. അപ്പോൾ നൈബേഴ്സ് എന്താക്കി അവൾക്ക് തിരിച്ച് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുത്തു അല്ലേ. നൗ ഹന്നാസ് ഫ്രിഡ്ജ് വാസ് ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ഡിലീഷ്യസ് ഫ്രൂട്ട്സ് അല്ലേ. അപ്പോൾ ഹന്നാൻ്റെ ഫ്രൂട്ട്സ് എന്താക്കി ഫ്രിഡ്ജ് എന്താക്കി ഫുള്ളും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണുള്ളത്. ഓക്കെ, ദെൻ എന്താ ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ വായിച്ചല്ലോ, ഈ ചെറീൻ്റെ ഫോട്ടോൻ്റെ സ്ഥാനത്തൊക്കെ ചെറിയെന്ന് വായിക്കുക അല്ലേ, ഫ്രിഡ്ജിൻ്റെ സ്ഥാനത്ത് ഫ്രിഡ്ജ് അല്ലേ, ഹോമിൻ്റെ സ്ഥാനത്ത് ഹോം എന്ന് വായിക്കുക അല്ലെങ്കിൽ ഹൗസ് വായിക്കുക അല്ലേ, ചെറി. പിന്നെ ഹാങ് അല്ലേ, പിന്നെന്താ പ്ലാന്റ് അല്ലേ, പിന്നെ വിൻഡോ പ്ലാന്റ് അല്ലേ, ക്യാമറ, പിന്നെ ചെറി, ഫ്രൂട്ട്സ് ഫ്രിഡ്ജ്, പിന്നെന്താണ് ഫ്രൂട്ട്സ് അല്ലേ. ഓക്കെ, ഈ സ്റ്റോറി എൻജോയ് ചെയ്തില്ലേ, നല്ല സ്റ്റോറി അല്ലേ. അപ്പോൾ എന്താണ് ഈ പിക്ചർ ഉള്ളിടത്തൊക്കെ എന്താണ് നിങ്ങൾ പേര് പറയുക കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത് ഫ്രിഡ്ജ് പറയുക, ഫ്രൂട്ട്സിലെടുത്ത് ഫ്രൂട്ട്സ് പറയുക, ചെറിയിലെടുത്ത് ചെറി പറയുക. ഓക്കെ, പിന്നെ എന്താ ക്യാമറയിലെടുത്ത് ക്യാമറ പറയാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. ഐ ഹാവ് ചിക്കൻ സെഡ് ആൻ ഓൾഡ് ഫാർമർ. എൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ഞാൻ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് വിളങ്ങി താഴെ പിക്ചർ നോക്കിയേ. ഐ ആം നിത അല്ലേ, ഐൻ്റെ കൂടുതൽ എപ്പോഴും എന്താണ് ഞാൻ എന്താണ് നിതയാണ് അല്ലേ. ഐ ആം നിത എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നിതയാണ്. ഐ ഹാവ് എ ട്രൈസിക്കിൾ. അപ്പോൾ ഹാവിൻ്റെ അർത്ഥം എന്താണ്, ഉണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. ഹാവും ഹാസൊക്കെ അർത്ഥം എന്താണ്, ഉണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഐ ആം നിത, ഞാൻ നിതയാണ് അല്ലേ. ഐ ഹാവ് എ ട്രൈസൈക്കിൾ, എൻ്റെ അടുത്ത് എന്താണ് ട്രൈസൈക്കിൾ, 3 ചക്രമുള്ള സൈക്കിൾ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഉണ്ട് അല്ലേ. അതാണ് അവിടെ വരുന്നത് കേട്ടോ. നോക്കൂ, അടുത്ത് നോക്കൂ. ദിസ് ഈസ് മൈ ഫ്രണ്ട്, നോക്കൂ, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ. ദിസ് ഈസ് അല്ലേ, ഇതിൻ്റെ ഫ്രണ്ട് മിയയാണ് അല്ലേ. ഷീ ഹാസ് എ പപ്പി, അവളുടെ കയ്യിൽ എന്താ പപ്പി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ. അപ്പം 2 പ്രസൻ്റ് ആണ് കേട്ടോ. അവളുടെ അടുത്ത് അത് ഉണ്ട് എന്നല്ല പറയുന്നത്. അപ്പം അതുപോലെ ഐൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഹാവ് ആണ് ചേർക്കുക. ഓക്കെ, ഐൻ്റെ കൂട്ടത്തിൽ ഹാവ്, ഐ ഹാവ് എ ബൈസിക്കിൾ, ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ പെൻ, ഐ ഹാവ് എ ബാഗ്, അതൊക്കെ എന്താണ് ഐൻ്റെ കൂട്ടത്തിൽ ഹാവ് ആണ് ചേർക്കേണ്ടത്. അതുപോലെ ഷീ, ഇറ്റ്, ഹി അതൊക്കെ പറയുമ്പോൾ ഹാസ് ആണ് കൊടുക്കുന്നത്. ഹാവിനും ഹാസിനും ഒരേ മീനിങ് ആണ്. അപ്പോൾ ഐൻ്റെ കൂട്ടത്തിലും അതുപോലെ എന്താണ് ദേ, പ്ലൂരൽ ഫോമുകൾ ഉണ്ടല്ലോ, ദേ, വി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, യു എന്നൊക്കെ, അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഹാവ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ സിംഗുലർ ഫോമിൻ്റെ കൂട്ടത്തിൽ ഹാസ് ആണ് കൊടുക്കേണ്ടത്. ഷീ, ഹി, ഇറ്റ് എന്നൊക്കെ കൂട്ടത്തിൽ ഹാസ് ആണ് കൊടുക്കേണ്ടത്. നോക്കൂ, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ, ഷീ ഹാസ് എ പപ്പി. ഷീ വന്നുകൊണ്ട് എന്താണ് ഹാസ് കേട്ടോ. ഇനി ദിസ് ഈസ് പാൽ, ഇത് പാലാണ് അല്ലേ. ഹി ഹാസ് എ ക്യാമറ, കണ്ടോ ഹാസ്, ഹി വന്നപ്പോൾ ഹാസ് അല്ലേ, അവൻ്റെ അടുത്ത് ക്യാമറ ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അല്ലേ. വി വന്നപ്പോൾ ആറാവുന്നത് അല്ലേ. ഇതുവരെ എന്താണ് ദിസ് ഈസ് അല്ലേ. ഇനി വി വരുമ്പോൾ എന്താണ് ആറാണ് കേട്ടോ. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അല്ലേ. ഞങ്ങളടുത്ത് വി ഹാവ് ഫ്ലവേഴ്സ്, ഐ വന്നാലും വി വന്നാലും യു വന്നാലും ദേ വന്നാലും ഹാവ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വി ഹാവ് ഫ്ലവേഴ്സ്, ഞങ്ങളടുത്ത് ഫ്ലവേഴ്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞത് നോക്കി, ഇവിടെ ദേ ആർ കസിൻസ്, അവർ കസിൻസ് ആണ് അല്ലേ. ദേ വന്നാൽ 6 കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ് ദേ ഹാവ് ബുക്സ്, ഉണ്ട് എന്നറിയത്തില്ല അല്ലേ. അവരുടെ അടുത്ത് എന്താ ബുക്സ് ഉണ്ട്, ഇൻ ദെയർ ഹാൻഡ്സ്, അവരുടെ കയ്യിൽ എന്താണ് ബുക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഐ വന്നാൽ ഹാവ് ആണ്, അതുപോലെ വി വന്നാൽ ഹാവ് ആണ്, ദേ വന്നാൽ ഹാവ് ആണ്, ഉണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവർക്കുണ്ട്, എനിക്കുണ്ട് എന്നൊക്കെ പറയുന്ന ഹാവ് അല്ലേ. ഇനി ഷീയും ഹീയും വന്നാൽ എന്താണ് ഹാസ് ആണ് കേട്ടോ. ഷീ വന്നാൽ എന്താ ഹാസ്, ഹീ വന്നാൽ ഹാസ്, ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ എന്താണ് ഐ ആം നിത, ഞാൻ നിതയാണ് അല്ലേ. അപ്പോൾ ഐൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ആമാ വരിക കേട്ടോ. അതുപോലെ ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഇത് എൻ്റെ ഫ്രണ്ടാണ്, ദിസിൻ്റെ കൂട്ടത്തിൽ ഈസാ വരിക. കണ്ടോ, ദിസിൻ്റെ കൂട്ടത്തിൽ ഈസ്, അത് ആണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. മറ്റേത് ഉണ്ട് എന്നുള്ള അർത്ഥമാണ്, ഹാവും ഹാസും ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇത് ആണ് എന്നുള്ള അർത്ഥം അല്ലേ. അതിൻ്റെ ഫ്രണ്ടാണ്, ഇത് ഞാൻ നിതയാണ്, ഇത് പാലാണ് എന്നൊക്കെ പറയില്ല, അത് എന്താണ് ഈസ് വരുന്നത്. ഇനി വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വി വരുമ്പോൾ എന്താണ് അപ്പോൾ ആറാണ് വരിക കേട്ടോ. ദേ വരുമ്പോൾ ആറാണ് വരിക. ഞങ്ങൾ അവർ കസിൻസ് ആണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ആണ് അർത്ഥമാണ് ആറും ഈസും ആമൊക്കെ വരുന്നത്. ഓക്കെ, ഹാവ് ഹാസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഇനി നോക്കൂ, നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഹാസ്. അപ്പോൾ ഹാവും ഹാസിനെ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഐ
ഹാവ് സോ മച്ച്. ഐൻ്റെ കൂടുതൽ എന്താ ഞാൻ പറഞ്ഞിരുന്നത്, ഐൻ്റെ കൂടുതൽ എപ്പോഴും ഹാവ് ആണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഐ ഹാവ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവറി ഡേ അല്ലേ. എന്നൊന്ന് എന്താണ് ഞാൻ ഫണ്ണി ആയിട്ടുള്ള യമ്മി ഫ്രൂട്ട്സും കളർഫുൾ വെജിറ്റബിൾസും എന്താണ് എന്നും തിന്നും അല്ലേ. വി ഡാഷ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡി സ്ട്രോങ് അല്ലേ. അപ്പോൾ എന്താണ് വി ഹാവ് ടു അല്ലേ. അപ്പോൾ വീൻ്റെ കൂടുതൽ എന്താ പറഞ്ഞാൽ ഹാവ് അല്ലേ. വി ഹാവ് ടു പ്ലേ ആക്ടിവിറ്റി ഗെയിംസ് ടു മേക്ക് അവർ ബോഡി സ്ട്രോങ്. ബോഡി സ്ട്രോങ് ആവാൻ ആക്ടിവിറ്റി ഗെയിം കളിക്കാറുണ്ട് അല്ലേ. ആക്റ്റീവ് ഗെയിം കളിക്കാറുണ്ട് അല്ലേ. മൈ ഫ്രണ്ട് മിയ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മിയ അല്ലേ, ഒരാളെ പേര് അല്ലേ. ഒരാൾ സിംഗുലർ ആണെങ്കിൽ എന്താ പറഞ്ഞത് ഹാസ് അല്ലേ. അപ്പോൾ മിയ ഹാസ് എ സൂപ്പർ പവർ ബിക്കോസ് ഷീ ഡ്രിങ്ക്സ് ലോട്ട്സ് ഓഫ് വാട്ടർ അല്ലേ. മിയക്ക് എന്താണ് സൂപ്പർ പവർ ഉണ്ട് അല്ലേ, അവൾ ഒരുപാട് വെള്ളം കുടിക്കും. മൈ ബ്രദർ പാൽ. എൻ്റെ ബ്രദർ പാൽ. അപ്പോൾ പാൽ എന്താണ് സിംഗുലർ ആണ് അല്ലേ. ഹാസ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി അല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ആ സിംഗുലർ ആണെങ്കിൽ അല്ലേ ഒരാളാണുള്ളെങ്കിൽ ഹാസും, ഇനി ഐ പറഞ്ഞ ഒരാൾ തന്നെയാണ്, പക്ഷേ ഐ നമ്മളെപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഐന് കൂടുതൽ ഹാവും വി ദേ ഒക്കെ ആണെങ്കിൽ ഹാവാ കൊടുക്കുക. സിംഗുലർ ആണെങ്കിലോ ഹാസു കേട്ടോ. ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി നേരത്തെ പോകും അല്ലേ. ദേ ഡാഷ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് അസ് ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ് അല്ലേ. അപ്പോൾ എന്താണ് ദേ ഹാവ് അല്ലേ. ദേൻ്റെ കൂടുതൽ ഹാവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഐ യു ദേ വി അതെപ്പോഴും എന്താണ് പ്ലൂറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ഐ ഒക്കെ ഹാവ് ആയിട്ടാണ് നമ്മൾ നോക്കുക കേട്ടോ. അതുപോലെ എന്താണ് ഷീ ഹി ഇറ്റ് പിന്നെ ഒരാളെ പേര് അതൊക്കെ വരുമ്പോൾ എന്താണ് ഹാസ് സിംഗുലർ ആണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഐ ഹാവ് അല്ലേ. ഇനിയോ വി ഹാവ് HAVE കേട്ടോ. വി ഹാവ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് അല്ലേ സ്ട്രോങ്. മൈ ഫ്രണ്ട് മിയ ഹാസ് HAS മിയ ഹാസ് ഓക്കെ. ദെൻ മൈ ബ്രദർ പാൽ ഹാസ് HAS ഹാസ് ഓക്കെ. ഇനി ദേ ഹാവ് ഇവിടെ ഹാവ് വരിക കേട്ടോ. ഹാവ് ഓക്കെ ദേ ഹാവ് ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ. ഇനി വരുന്നത് ആക്ടിവിറ്റി 7 ആണ് കേട്ടോ. അഡ്വർടൈസ്മെൻറ്റ്. എന്താണ് അഡ്വർടൈസ്മെൻറ്റ്? പരസ്യമാണ്. ലൈക്ക് അത് പിക്ചർ ഗിവൺ ബിലി. ചിത്രം നോക്കിയാൽ JSR ഫ്രൂട്ട് ഷോപ്പാണ് അല്ലേ. ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ചിത്രങ്ങളൊക്കെ കാണിക്കുന്നില്ലേ. ഫ്രഷ് ഡിലീഷ്യസ് എന്നല്ലേ, ഫ്രഷ് ആൻഡ് ഡിലീഷ്യസ് എന്നല്ലേ. ഷോപ്പ് നമ്പർ 2 മാർക്കറ്റ് റോഡ് പാലക്കാട് ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കൊടുത്തിരിക്കുകയാണ് അല്ലേ. അഡ്വർടൈസ്മെൻ്റ് ആണ് അല്ലേ. പിക്ചറും ഉണ്ട് അല്ലേ. ദ വില്ലേജേഴ്സ് ലേൺ ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇപ്പോൾ വില്ലേജേഴ്സിന് എന്താണ് ഫുഡിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ച് പഠിക്കണം അല്ലേ, പഠിച്ചിട്ടുണ്ട്. ദ ഡിസൈഡഡ് ടു സെറ്റപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ് അല്ലേ. അപ്പോൾ അവർ തീരുമാനിച്ചെന്ത് ഫ്രീ ഫുഡ് കോർണർ വില്ലേജിൽ എന്താണ് ഇതാക്കാൻ അല്ലേ, സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ദേ വാണ്ടഡ് എവരി വൺ ടു നോ അബൌട്ട് ഇറ്റ്. അങ്ങനെ എന്താണ് എല്ലാവരും ഇത് അറിയാമെന്ന് അവർക്ക് പ്രതീക്ഷിച്ചു. മേക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ ഓപ്പണിംഗ് ഓഫ് എ ഫ്രീ ഫുഡ് കോർണർ. എന്താണ് അവർക്കൊരു അഡ്വർടൈസ്മെൻറ്റ് അല്ലേ, പരസ്യം എന്താണ് ഈ ഫ്രീ ഫുഡ് കോർണർ തുറക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കണം. പ്രിപ്പയർ എ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ സെയിം. അപ്പോൾ എന്താക്കുക ഇതുപോലുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് എന്താക്കുക ഇവിടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കുക? നമുക്കിങ്ങനെ ഒരു പരസ്യം കൊടുക്കാം അല്ലേ. ഓൾ ആർ വെൽക്കം, വില്ലേജ് ഫുഡ് ഷോപ്പ്, ഫ്രീ ഫുഡ് കോർണർ അല്ലേ, ഹോട്ട് ഫ്രഷ് ഡിലീഷ്യസ്, പിന്നെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് എത്ര ഡേറ്റ് ആ ഡേറ്റ് കൊടുക്കുക അല്ലേ. 31/10/2024 ഇനി എന്താണ് 31/10/2025 ഒക്കെ കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താണ് ഇത് വെച്ച് ഒരു പരസ്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഞാൻ ഉണ്ടാക്കിയത്, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ആക്ടിവിറ്റി 8 ആണ് കേട്ടോ. ലെറ്റ്സ് മേക്ക് എ കേക്ക്. ഒരു കേക്ക് ഉണ്ടാക്കുക. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ഹിയർ ആർ ദ സ്റ്റെപ്സ് ടു മേക്ക് എ കേക്ക്. ഇതെന്താണ് കേക്ക് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു മേക്ക് എ ഡിലീഷ്യസ് കേക്ക്. ഇത് കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിലീഷ്യസ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന ഈ ചിത്രം നോക്കിയിട്ട് എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർഡർ ആക്കുക. അപ്പോൾ നോക്കിയാൽ ടേക്ക് 3 കപ്സ് ഓഫ് ഫ്ലോർ, 3 എഗ്സ്, ഷുഗർ, മിൽക്ക് ആൻഡ് ½ കപ്പ് ഓഫ് ബട്ടർ. ഇതെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡെക്കറേറ്റ് ദ കേക്ക്. ഇതൊക്കെ ലാസ്റ്റേക്കല്ലേ ഇത് ഓർഡർ ആക്കുക വേണ്ടത്. പോർ ഔട്ട് ദ ഡവ്. എന്താണ് ഈ മാവ് എന്താക്കുക ഒഴിക്കുക. ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. അതിലേക്ക്
ഷുഗറും മിൽക്കും ബട്ടറും ഒക്കെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവന്, ആഡ് ദ എഗ്സ്, മിക്സ് ദ ഫ്ലോർ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഓർഡർ കൊടുക്കണ്ടേ? എങ്ങനെ ഓർഡർ കൊടുക്കുക? ഫസ്റ്റ് എന്താണ് പറയുന്നത്? ആദ്യം ഇതെടുക്കുക അല്ലേ. ടേക്ക് 3 cups ഓഫ് ഫ്ലോർ പിന്നെന്താണ് 3 egg, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. ഇത് ആദ്യം ഒന്നാമത്തതാണ് അല്ലേ. രണ്ടാമത്തെ ഇനിയിപ്പോൾ ഏതാണ്? ഈ ഡോയിലേക്ക് എന്താണ് ഏതാ വരേണ്ടത്? പിന്നെ ഏതാ? മിക്സ് ദ ഫ്ലോർ അല്ലേ. രണ്ടാമത്തെ ഇത് അല്ലേ. ഫസ്റ്റ് ഇതാണ് ഒന്നാമത്തെ ഇത് അല്ലേ. രണ്ടാമത്തെ മിക്സ് ദ ഫ്ലോർ അല്ലേ, അത് എഴുതുക. മൂന്നാമത്തെ ആഡ് ദ എഗ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ആഡ് ദ എഗ് അല്ലേ, അത് മൂന്നാമത്തതാണ് അല്ലേ. ദ 3. ഇനി നെക്സ്റ്റ് എന്താണ്? ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ അല്ലേ, അതങ്ങ് കൊടുക്കുക അല്ലേ. 4. നെക്സ്റ്റ് എന്താണ്? ഒക്കെ ആഡ് ചെയ്തു അല്ലേ. 5 pour out the duff അല്ലേ. മാവ് കൂട്ടിയെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു അല്ലേ. 5 അല്ലേ. ഇതിട്ടോ 5. ദെൻ നെക്സ്റ്റ് എന്താണ്? ബേക്ക് ദ കേക്ക് ഇൻ ഓവൻ അല്ലേ. അതിലേക്ക് എന്താണ് കേക്ക് എന്താണ് ഓവനിലേക്ക് വെച്ച് അല്ലേ. ഇനി ഡെക്കറേറ്റ് ദ കേക്ക്. ലാസ്റ്റ് എന്താണ്? ഞങ്ങൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ. അതാണ് 7. മനസ്സിലായില്ല? ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിത് ഇവിടെ എഴുതണം അല്ലേ. ടേക്ക് 3 cups ഓഫ് ഫ്ലോർസ് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പും ഇവിടെ എഴുതുക. അപ്പോൾ ഫസ്റ്റ് ടേക്ക് 3 cup ഓഫ് ഫ്ലോർ, 3 egg, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് കൂടെ എഴുതുക അല്ലേ. ഹാഫ് കപ്പ് ഓഫ് ബട്ടർ, പിന്നെ മിക്സ് ദ ഫ്ലോർ, പിന്നെ ആഡ് എഗ്സ്, ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. ഇത് അടുത്ത് pour out the duff, ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ, പിന്നെ ഡെക്കറേറ്റ് ദ കേക്ക്. ഓക്കെ, ഞാൻ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 9 ആണ് കേട്ടോ. അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. എന്താണ് ഈ ലെറ്റേഴ്സൊക്കെ എന്താണ് ഓർഡർ ആക്കാനാണ് പറഞ്ഞല്ലേ. അതൊക്കെ എന്താണ് ഒക്കെ ഓർഡർ തെറ്റിച്ച് ജമ്പിൾഡ് ഓർഡറിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്താക്കുക? ഈ ലെറ്റേഴ്സൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ട് ആ വേർഡ്സ് സ്റ്റോറിയിലുള്ള വേർഡ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക MLSAL അല്ലേ. അതുപോലെ ഇതൊക്കെ അങ്ങനെയൊക്കെ ഓർഡർലെസ് ആണ് അല്ലേ. കണ്ടോ, ഇതൊക്കെ ഓർഡർലെസ്സാണ്. ലാസ്റ്റ് എന്താക്കുക? ഈ തന്നിരിക്കുന്ന ഈ റെഡിലുള്ളതൊക്കെ എന്താക്കുക? ഇവിടേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് ഏത് വേർഡ്സാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് എന്താണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുക. ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് നോക്കിയേ. എന്താണ് വരിക? അത് നോക്കൂ. ഫസ്റ്റ് എന്താണ്? സ്മോൾ ആണ് അല്ലേ, അത് എഴുതുക. പിന്നെന്താണ്? ഓർഡർ തെറ്റിച്ച് എഴുതിയത് കോട്ടേജ് ആണ്. അടുത്തത് നത്തിങ്, അടുത്തത് ട്യൂൺ, അടുത്തെന്താണ്? ഹമ്മഡ്, അടുത്ത ഡിലീഷ്യസ്, അടുത്തെന്താ? ഒണിയൻ, അടുത്ത യങ്, അടുത്തെന്താണ്? പോക്കറ്റ് അല്ലേ. ഇനി എന്താക്കുക? റെഡ് ലെറ്റർ റെഡിൽ എഴുതിയ ഇതൊക്കെ കവർ ഉണ്ടല്ലോ, അതൊക്കെ എന്താക്കുക? എടുത്ത് എഴുതുക. ഫസ്റ്റ് S അല്ലേ എഴുതുന്നോ, പിന്നെ ഏതാ വരുന്നത്? അതൊക്കെ എടുത്തൊന്ന് എഴുതിയ ഈ ഇതിലേക്ക് ലാസ്റ്റത്തെ അതിലേക്ക്. അപ്പോൾ എന്താ കിട്ടുക? സ്റ്റോൺ സൂപ്പ് എന്ന് കിട്ടില്ല. ആ റെഡിലുള്ളതൊക്കെ നമ്മൾ ഇവിടേക്ക് താഴെയുള്ള അതിലേക്ക് എഴുതിയ വെച്ചാൽ എന്താ കിട്ടുക? സ്റ്റോൺ സൂപ്പ് കേട്ടോ. എന്താണ്? സ്റ്റോൺ സൂപ്പ്. ഓക്കെ, എവിടേക്ക് എഴുതുക കേട്ടോ, സ്റ്റോൺ സൂപ്പ് എന്ന്. നെക്സ്റ്റ് എന്താണ്? ഇഫ് യു ആർ ഹെൽത്ത്. അടുത്തത് എന്താണ്? അടുത്തത് പുതിയ പാഠഭാഗമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പുതിയൊരു അടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.